ഇന്ന് നമ്മൾ ഉത്തരാഖണ്ഡിലെ കുറച്ച് കൃഷി വിശേഷങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും ഫ്ലവേഴ്സ് വാലിയിലേക്കല്ലേ ഓടിപ്പോകുന്നത്. ഞങ്ങളെപ്പോഴും കുറേ ദൂരോട്ടുള്ളവിടുത്തെ സ്ഥലങ്ങൾ തേടി പോകുന്നതിനേക്കാളും കുറച്ചുകൂടി ഇവിടെ ഉൾഗ്രാമങ്ങളിലേക്കാണ് പോകാനായിട്ട് ശ്രമിക്കാറ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അതേപോലെയുള്ളൊരു ഉൾഗ്രാമത്തിലാണ്. ഇതിനു മുമ്പേ ഞാൻ ഇവിടുത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം കൃഷി ടോട്ടലി ഡിഫറെൻ്റ് ആണ് അന്ന് കാണിച്ചതിലും. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് കാണിച്ചു തരാൻ പോണത്. ഇങ്ങനെ അതിന് കെട്ടി തിരിച്ചിട്ടാണ് കേട്ടോ കൃഷിയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ വെണ്ടയുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞളുണ്ട്, പിന്നെ കൂടുതലായിട്ട് ഇപ്പോൾ ദാലാണ്. ദാലിൽ പ്രധാനമായിട്ടും ഉള്ളത് നമ്മുടെ ഉറാദ് ദാൽ, അതായത് നമ്മുടെ ഉഴുന്നാണ്. പിന്നെ അതല്ലാണ്ട് എള്ളുണ്ട്. അങ്ങനെ ഇടകലർത്തിയിട്ടുള്ളൊരു കൃഷിയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അതായത് ഈ ഒരു മഴക്കാലത്ത് ഇങ്ങനെ ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാലാണ് ഈ മഴക്കാലം കഴിയുന്നതോട് കൂടിയിട്ട് നമുക്ക് വിൻ്റർ ആകുമ്പോഴത്തേക്കിനും കടുകൊക്കെ ഇട്ട് തുടങ്ങും. ഇവിടെയാണ് ഈ എള്ള് കൃഷി ചെയ്ത് ഇട്ടേക്കുന്നത്. എള്ളിൻ്റെ കൃഷി ഇവിടെ അധികം ഇല്ല, എന്നാലും കുറച്ചൊരു ടൈമിൽ ഇവരിങ്ങനെ കൃഷി ചെയ്യാറുണ്ട്. ഇടവേളയായിട്ടാണ് ഇപ്പോൾ കൃഷിയൊക്കെ നടക്കുന്നത്. കുറച്ച് അതിനെ ലോക്ക് ചെയ്തും കൊണ്ട് നില ഉഴുന്ന യന്ത്രം കേട്ടോ. ഈ ഒരു മെഷീൻ വെച്ചിട്ടാണ് ഇവിടേക്ക് ഉഴുതിട്ട് മറിക്കുക. നമ്മുടെ ട്രാക്ടർ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന അതിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ. ये मच्छर आते हैं ना बहुत, ये मच्छर भगाने के लिए। हाँ, ये मच्छर भगाने का है। अच्छा, എല്ലാരുടെ കയ്യിലും ഒരു തീ ഉണ്ടാവും കേട്ടോ. ഒന്നെങ്കിൽ ചാണകം കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും, അല്ലെങ്കിൽ ഈ മരം കത്തിച്ചിട്ട് അത് ഇവർക്ക് വയലിലൂടെ ഒക്കെ പോകുമ്പോൾ കൊതുക് ഒന്നും വരാതിരിക്കാൻ പ്രിക്കോഷൻ ആയിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇവിടെ ഒരു സൈഡിൽ മുഴുവൻ ഉറാദ് ദാലാണ്, അതായത് നമ്മുടെ ഉഴുന്നുപരിപ്പ്. പിന്നെ ഇപ്പുറത്തെ സൈഡിലാണെന്ന് വെച്ചാൽ എള്ളാണ്. പിന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഗുരുവായൂരിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഒരു തിന പോലത്തെ സംഭവമാണ്, സ്വീറ്റായിട്ട് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുക. അതിൻ്റെ കൃഷിയാണ്. ഇവിടെ എനിക്ക് എപ്പോഴും വരാൻ ഇഷ്ടം നമ്മുടെ നാട് പോലെ തോന്നുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ ഈവനിങ്ങിൽ വന്നിരിക്കാനായിട്ട്. നാട് മിസ് ചെയ്യുമ്പം ഞാൻ ഇങ്ങോട്ടേക്കാണ് ഓടി വരിക. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, പക്ഷെ ഒന്നുകൂടെ പറയണമെന്ന് തോന്നി. ഇവിടെ കുറച്ച് ഭാഗത്തൊരു ചോളത്തിൻ്റെ കൃഷിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നല്ല കൊതുകുണ്ട്, അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ അത് കത്തിച്ചിട്ട് പോകുന്നത്. ചോളം, വെണ്ടയൊക്കെ ഇടവേളയായിട്ട് കുറച്ചൊരു സ്ഥലത്ത് ഇങ്ങനെ കൃഷി ചെയ്യുന്നേ ഉള്ളൂ. ഇതിൽ കൂടെ നടക്കുമ്പോൾ ഇല്ലേ, എനിക്ക് പണ്ട് അമ്മേൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ പോകുമ്പം ഇങ്ങനെ കുറച്ച് വയലുള്ള സ്ഥലമുണ്ട്. അവിടേക്ക് പോകുന്ന ഒരു ഫീലാണ് കേട്ടോ വരുന്നത്. നല്ല വെയിലാണ് കേട്ടോ ഇവിടെ. വെയിലുണ്ട്, പക്ഷേ നല്ല രസമുണ്ട്. ചില സീസണിൽ ഇവിടെ ഒരു തണുത്ത കാറ്റൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു സീസണിൽ ഭയങ്കര ചൂടാണ് ഫീൽ ചെയ്യുന്നത്. പറയുമ്പോൾ ഇത് മഴ സീസണാണ്, പക്ഷെ ഇന്ന് നല്ല വെയിലുള്ള ദിവസമായതുകൊണ്ടാണ് തോന്നുന്നു നല്ല ചൂട് തോന്നുന്നുണ്ട്. കമ്പാനിയൻസ് ആണ് മുന്നിൽ പോകുന്നത്. അവർ രണ്ടുപേരും അടി കൂടുകയാണ്, ആരാണ് ആദ്യം മുന്നേ നടക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ഇപ്പോൾ പോകുന്നത് നമുക്ക് വെള്ളത്തിന് ദാഹിച്ച്, അപ്പം ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് വെള്ളം ചോദിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. സൈഡിലായിട്ട് എന്തൊക്കെയോ കൃഷിയുണ്ട് കേട്ടോ. എനിക്ക് ചീര പോലെയാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് വലിയ ടൈപ്പ് എന്തോ ചീരയാണെന്ന്. വലിയ വലിയ ഇലകളൊക്കെയാണ് കാണാൻ. ഇവിടുത്തെ ആകാശമൊക്കെ എന്ത് ഭംഗിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു കിളിയുടെ കരച്ചിലും ആകാശവും ഈ മലകളും ഒക്കെ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ തോന്നും. ഈ ഡോഗ് ഉള്ളത് കൊണ്ട് നമ്മൾ തിരിച്ച് നടക്കുകയാണ്. അവിടെ നമുക്ക് വെള്ളം വാങ്ങാൻ പോകാനുള്ള ധൈര്യം ഉണ്ടായില്ല. സോ നമ്മൾ തിരിച്ച് നടക്കാനായിട്ട് പോവാണ്. ഇനി വേറെ വീട്ടിലേക്ക് പോകാം. നമ്മുടെ വീടുകളൊക്കെ കുറവായിരിക്കും കേട്ടോ. പിന്നെ അവിടെ ഒരു നീർച്ചാലുണ്ട്, അവിടെ നിന്നാണ് ഇവരൊക്കെ വെള്ളം എടുക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് പ്രകൃതിദത്തമായിട്ടുള്ള. മിക്കവാറും നമ്മളും അവിടെ തന്നെ പോയിട്ട് വെള്ളം കുടിക്കേണ്ടതായിട്ട് വരും. കൃഷിയുണ്ട് കേട്ടോ. ഈ ഒരു സംഭവമില്ലേ, ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇവിടെ അധികം ഉണ്ടാകുന്നൊരു സംഭവമാണ്. ഇതിൻ്റെ കൃഷിയുണ്ട്, ഇത് ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ.
നമ്മളിപ്പോൾ ചില കുഞ്ഞു കുഞ്ഞു വഴികളിലൂടെയാണ് നടക്കുന്നത്. ഈ ഒരു മാവ് നല്ല രസമുണ്ട് കേട്ടോ. കുറേ പഴക്കമുണ്ട് തോന്നുന്നു. വീട്ടിൽ കുറേ ഓറഞ്ച് കണ്ട് കേട്ടോ. നന്നായിട്ട് ഓറഞ്ച് ഉണ്ടായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ലെമൺ ഉണ്ട്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഓരോ ഏരിയയിലും ഓരോ കുഞ്ഞ് അമ്പലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഭാഗത്തുള്ള ഒരു അമ്പലത്തിന് ഇവിടുത്തെ ദേവതയാണ് ക്ഷേത്രപാൽ ദേവത. ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ സംരക്ഷിക്കുന്നത് ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞ് അമ്പലങ്ങളിലാണെന്നൊക്കെയാണ് ഇവിടുത്തെ വിശ്വാസം. നമ്മളെ നാട്ടിലുള്ളപ്പോഴത്തെ മാതള നാരങ്ങയാണ് തോന്നുന്നു, ഇങ്ങനെ നിറയെ കായ്ച്ചു കിടക്കുന്നുണ്ട്. പക്ഷെ പാകമായിട്ടില്ല തോന്നുന്നു. പാകമാകുമ്പോൾ യെല്ലോ കളർ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ വയൽ കാണാൻ വന്ന് നമ്മൾ നദീതീരത്തെത്തിയിരിക്കുന്നു. ഏതൊക്കെയോ വഴികളിലൂടെ ഇനി തിരിച്ചു പോകാനുള്ള വഴി കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. എന്തായാലും ഇവിടെ എത്തിയിരിക്കുന്നു, നമ്മൾ നദീതീരത്തെത്തിയിരിക്കുന്നു. വെള്ളം അന്വേഷിച്ചു, വീടുകൾ തപ്പാൻ ഞങ്ങൾക്ക് മടിയായി. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ കടയിലെത്തിയിരിക്കുന്നു. ഒരു കടയിൽ, ഏതോ ഒരു കട, ഗ്രാമത്തിലുള്ളൊരു കുഞ്ഞു കടയിൽ നമ്മളെത്തി. നടന്ന് ക്ഷീണിച്ച് നമ്മളിവിടെ എത്തിയിരിക്കുന്നു ഗൈസ്. നമ്മൾ കുഞ്ഞു കടയിലെത്തി. ഇവിടെ ഇവിടെ കുറേ ഉരുളക്കിഴങ്ങുണ്ട്, ഉള്ളിയുണ്ട്, ഒരുവിധം എല്ലാ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും ഇവിടെ ഉണ്ട്. ബിസ്ക്കറ്റ് ഉണ്ട്. നമ്മൾ കുറച്ച് നേരം ഇവിടെ വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ വയലിലോട്ട് തന്നെ പോവാണ്. കാരണം വയലിൻ്റെ അപ്പുറമാണ് നമ്മൾ വണ്ടി വെച്ചത്. അപ്പോൾ അവിടെ തന്നെ എത്തണം. ഇപ്പം ഒരു പച്ച ഇല പറക്കുകയാണ്. അതായത് നമ്മളെ പാലക്ക് പോലുള്ള ഒരു ചെടി, മീൻസ് ഒരു ചീര, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ചീര, അത് പറിച്ചെടുക്കുകയാണ്. അച്ഛാ, പാലക്ക് പോലെ ഉണ്ടാവുന്ന പറയുന്നത്. അങ്ങനെ ഞാൻ നടന്ന് എൻ്റെ ഫേവറേറ്റ് പ്ലേസിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. കേരളത്തിനെ വെല്ലുന്ന സ്ഥലം ഈ ഒരു ഭാഗത്ത് വരുമ്പോഴാണ് ശരിക്കും ആ ഒരു പാലക്കാട് ഭാഗമൊക്കെ എനിക്ക് ഓർമ്മ വരിക. അടിപൊളിയാണ് കാണാനായിട്ട്. നമ്മൾ അമ്പലത്തിൻ്റെ ഒരു ആൽമരത്തിൽ എത്തിയൊരു ഫീലാണ് കേട്ടോ. പക്ഷേ ആൽമര ചുവടിൽ എത്തിയൊരു ഫീല് നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. കണ്ടോ, ഇവിടെ എന്തൊക്കെയോ കിളികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ പേര് കിളയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കുറേ പേര് കളയൊക്കെ പറിച്ച് കളയുന്നുണ്ട്. ഇവിടെ പുതിയ കൃഷി ചെയ്യാനായിട്ടാണ് ഇവിടെ ഒരു ചേച്ചി നിന്നിട്ട് കളകളൊക്കെ പറിച്ച് കഴിയുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകാനാകുമ്പോൾ 6 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അവിടെ കുറച്ചായപ്പം നമ്മൾ വിചാരിച്ച് കുറച്ചുകൂടെ റെസ്റ്റ് ചെയ്തിട്ട് പോവാമെന്ന്. നമ്മളിങ്ങനെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവമൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കണം.